ഹായ് ഓൾ, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, 2025 വേൾഡ് കോമ്പറ്റീറ്റീവ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ് ആണ് കേട്ടോ, സ്വിറ്റ്സർലൻഡ്. 2025 വേൾഡ് കോമ്പറ്റീറ്റീവ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലൻഡ് ആണ്. ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത് എന്ന് വെച്ചാൽ സാമ്പത്തിക പ്രകടനം, അതുപോലെ സർക്കാർ കാര്യക്ഷമത, ബിസിനസ് കാര്യക്ഷമത, അടിസ്ഥാന സൗകര്യങ്ങൾ, ഈ 4 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു റാങ്കിങ് ആണ് IMDWCR റാങ്കിങ്, വേൾഡ് കോമ്പറ്റേറ്റീവ് റാങ്കിങ് എന്ന് പറയുന്നത്. 2025 കണക്കനുസരിച്ച് 1-ാം സ്ഥാനത്തുള്ളത് ആരാണ്? സ്വിറ്റ്സർലൻഡ് ആണ് കേട്ടോ, സ്വിറ്റ്സർലൻഡ്. 2025 വേൾഡ് കോമ്പറ്റേറ്റീവ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലൻഡ്. അടുത്തത്, നാഷണൽ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റിൻ്റെ മിലിറ്ററി ഉപദേശകനായി ഈ അടുത്ത് നിയമിതനായത് ആരാണ്? നാഷണൽ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റ്, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റിൻ്റെ മിലിറ്ററി ഉപദേശകനായി നിയമിതനായത് NS രാജസുബ്രഹ്മണ്യാണ്. NS രാജസുബ്രഹ്മണ്യാണ്. ഈ NSCS എന്ന് പറയുന്നത് നാഷണൽ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ സംവിധാനത്തിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് കേട്ടോ, നാഷണൽ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റ്. ഇദ്ദേഹത്തെ ഈ അടുത്തിടെയാണ് നിയമിച്ചത്. NS രാജസുബ്രഹ്മണ്യാണ് മിലിറ്ററി ഉപദേശകനായിട്ട് നിയമിതനായത്. ഇദ്ദേഹത്തിൻ്റെ ചുമതല എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഇന്ത്യയുടെ പ്രതിരോധം, അതുപോലെ അതിർത്തി സുരക്ഷാ സൈനിക നയങ്ങൾ, നമ്മുടെ അതിർത്തിയിലെ സുരക്ഷാ സൈനിക നയങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ NSCSനെ സഹായിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ NSCSൻ്റെ, നാഷണൽ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റിൻ്റെ മിലിറ്ററി ഉപദേശകനായി നിയമിതനായത് NS രാജസുബ്രഹ്മണി. അടുത്ത ചോദ്യം, പൗരന്മാരുടെ അവശ്യരേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറുമായി ബന്ധിപ്പിച്ച് ഡിജിറ്റലായി സൂക്ഷിക്കാനുള്ള കേരള സർക്കാരിൻ്റെ സംവിധാനമാണ് ഡീഡ് സംവിധാനം. ഡീഡിൻ്റെ പൂർണ്ണരൂപമാണ് ഡിജിറ്റൽ എംപവർമെൻറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് ഡോക്യുമെൻ്റ് എന്നത്. ഡീഡ് ഡിജിറ്റൽ എംപവർമെൻറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് ഡോക്യുമെൻ്റ് എന്നതാണ് ഡീഡിൻ്റെ പൂർണ്ണരൂപം. ഓക്കെ, അപ്പോൾ ഡീഡ് വഴി, ഈ ഒരു ഡീഡ് സംവിധാനം വഴി ജനങ്ങൾക്ക് അവരുടെ ജനന സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ്, ലൈസൻസ്, അങ്ങനെയുള്ള മറ്റ് സർക്കാർ രേഖകളും എല്ലാം തന്നെ സുരക്ഷിതമായിട്ട് ഓൺലൈനിൽ സൂക്ഷിക്കാനും അവ ആവശ്യത്തിന് ഉപയോഗിക്കാനും പറ്റും. പിന്നെ ഈ ഒരു പദ്ധതി കൊണ്ടുള്ള പ്രധാന ഉദ്ദേശം എന്തായിരിക്കും? പേപ്പർലെസ് ഗവൺമെൻറ് സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് കേട്ടോ. പേപ്പർലെസ് ഗവൺമെൻറ് സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ടാണ് പ്രധാനമായിട്ട് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഡീഡിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഡിജിറ്റൽ എംപവർമെൻറ്റ് ആൻഡ് ഇലക്ട്രോണിക്സ് ഡോക്യുമെൻ്റ്. പൗരന്മാരുടെ അവശ്യരേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറുമായി ബന്ധിപ്പിച്ച് ഡിജിറ്റലായി സൂക്ഷിക്കാനുള്ള കേരള സർക്കാരിൻ്റെ സംവിധാനമാണ് ഡീഡ്. ഓക്കെ, അടുത്തത്, 2025 ലിത്വാനിയൻ പാർലമെൻറ്റ് പുതിയ പ്രധാനമന്ത്രിയായി നിയമിച്ചത് ആരെയാണ്? ഇംഗ റുഗിനീനാണ്. ഇംഗ റുഗിനീൻ. 2025 ലിത്വാനിയൻ പാർലമെൻറ്റ് ഇംഗ റുഗിനീനെ പ്രധാനമന്ത്രിയായി നിയമിച്ചിട്ടുള്ളത്. 2025 ഓഗസ്റ്റിൽ ലിത്വാനിയൻ പാർലമെൻറ്റ് ലിത്വാനിയയിലെ പ്രധാനമന്ത്രിയായിട്ട് ഇദ്ദേഹത്തെ നിയമിക്കുകയായിരുന്നു. മുൻ പ്രധാനമന്ത്രി രാജിവെച്ചതിനെ തുടർന്നിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ പുതിയ നിയമനം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം. എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? 2025 വേൾഡ് കോമ്പറ്റീറ്റീവ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തുള്ളത് സ്വിറ്റ്സർലൻഡ് ആണ്, സ്വിറ്റ്സർലൻഡ്. നാഷണൽ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റിൻ്റെ മിലിറ്ററി ഉപദേശകനായി നിയമിതനായത് NS രാജസുബ്രഹ്മണ്യാണ്. പൗരന്മാരുടെ അവശ്യരേഖകളും സർട്ടിഫിക്കറ്റുകളും ഡിജി ലോക്കറുമായി ബന്ധിപ്പിച്ച് ഡിജിറ്റലായി സൂക്ഷിക്കാനുള്ള കേരള സർക്കാർ സംവിധാനമാണ് ഡീഡ് പദ്ധതി. 2025 ലിത്വാനിയൻ പാർലമെൻറ്റ് പുതിയ പ്രധാനമന്ത്രിയായി നിയമിച്ചത് ഇംഗ റുഗിനീനെയാണ്, ഇംഗ റുഗിനീൻ. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത കൃഷി ഫാം പദവി ലഭിച്ചത് ആർക്കാണ്? ഏത് ഫാമിനാണ്? ഒക്കൽ വിത്തുൽപാദന കേന്ദ്രത്തിനാണ് കേട്ടോ, ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം. രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത കൃഷി ഫാം പദവി ലഭിച്ചത് ഒക്കൽ വിത്തുൽപാദന കേന്ദ്രമാണ്. ഈ കാർബൺ സന്തുലിത കൃഷി ഫാം എന്ന് പറയുമ്പോൾ എന്താണ്?
കാർബണിൻ്റെ ഉൽപാദനവും കാർബൺ ആഗിരണവും കാർബണിൻ്റെ ആഗിരണവും തമ്മിൽ സന്തുലിതാവസ്ഥ പുലർത്തുന്ന ഫാമുകളെയാണ് കാർബൺ സന്തുലിത കൃഷി ഫാം എന്ന് പറയുന്നത് കേട്ടോ. അതാണ് കാർബൺ ന്യൂട്രൽ ഫാം എന്ന് പറയുന്നത്. ഇവിടെ സൗരോർജം, ജൈവ കൃഷി, മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ രീതികളാണ് കൂടുതലായിട്ടും സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു പദവി ലഭിച്ചത്. അതിൽ കൂടെ തന്നെ ഈ ഒരു നേട്ടം കൂടെ നമുക്കുണ്ടായി. എന്താണ്? കേരളമാണ് രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത കൃഷി കേന്ദ്രം നേടിയ സംസ്ഥാനം. ഓക്കെ, അപ്പോൾ ആ ഒരു നേട്ടവും നമുക്ക് ഇതിലൂടെ ലഭ്യമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തത് ഇന്ത്യൻ റെയിൽവേ കമ്മീഷൻ ചെയ്യുന്ന ബൈരാബി സൈരംഗ് റെയിൽവേ ലൈൻ പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ റെയിൽവേ ഈ ഒരു റെയിൽവേ ലൈൻ കമ്മീഷൻ ചെയ്യുകയാണ്. അത് എവിടെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബൈരാബി സൈരംഗ് റെയിൽവേ ലൈൻ മിസോറാമിലാണ് കേട്ടോ. മിസോറാമിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഐസ്വാളിനെ റെയിൽവേ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതിലൂടെ മിസോറാമിന് രാജ്യത്തിൻ്റെ റെയിൽവേ മെയിൻ ലൈനുമായിട്ട് നേരിട്ടുള്ള ബന്ധമാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് കണക്ടിവിറ്റിയെ സംബന്ധിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ബൈരാബി സൈരംഗ് റെയിൽവേ ലൈൻ പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആൻസർ മിസോറാമാണ് കേട്ടോ. മിസോറാം. ഓക്കെ, അടുത്ത ചോദ്യം. ലോകത്തെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം, ലോകത്തെ തന്നെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രമാണ് ഒഡീഷയിൽ നിലവിൽ വരുന്നത്. ഒഡീഷ. ഓക്കെ, ഈ ഒരു കേന്ദ്രത്തിൽ ആനകളുടെ സംരക്ഷണം, ഏഷ്യൻ ആനകളുടെ സംരക്ഷണം കൂടുതലായിട്ടും ഉൾപ്പെടുത്തുന്നതിന് കാരണം ഏഷ്യൻ ആനകൾ IUCN റെഡ് ലിസ്റ്റിൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള ഒരു പദ്ധതിയാണ്. ഈ ഒരു കേന്ദ്രത്തിൽ പരിക്കേറ്റ അല്ലെങ്കിൽ രോഗബാധിതരായിട്ടുള്ള ഏഷ്യൻ ആനകളെ സംരക്ഷിക്കുകയും പുനരധിവസിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ആനകളുടെ ചികിത്സ, പരിപാലനം, ഇനി വനത്തിലേക്ക് മടക്കി വിടേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം തന്നെ ഈ ഒരു കേന്ദ്രത്തിലെ സേവനങ്ങളിൽ ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം ഇന്ത്യയിൽ നിലവിൽ വരുന്നു. അതെവിടെയാണ്? ഒഡീഷയിലാണ്. ഒഡീഷ. ഓക്കെ, അടുത്തത്. പൂർണ്ണമായും പ്രവർത്തിക്കുന്ന മനുഷ്യ ചർമ്മം ഒരു ലബോറട്ടറിയിൽ വിജയകരമായി വളർത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം. മനുഷ്യ ചർമ്മം നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയ. കൃത്രിമ മനുഷ്യ ചർമ്മമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അടുത്തിടെയാണ് ഈ കൃത്രിമ മനുഷ്യ ചർമ്മം പൂർണ്ണമായിട്ടും പ്രവർത്തിക്കുന്ന, നമ്മുടെ ഹ്യൂമൻ നാച്ചുറൽ ആയിട്ടുള്ള ഹ്യൂമൻ സ്കിന്ന് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു കൃത്രിമ മനുഷ്യ ചർമ്മമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിക്കേറ്റവർക്ക്, കത്തിക്കരിഞ്ഞ് ഗുരുതരമായിട്ടുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളവർക്ക് വേഗത്തിൽ ചർമ്മം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ നൽകുക എന്നൊരാശയത്തിൻ്റെ പുറത്താണ് ഈ ഒരു ഗവേഷണം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിൽ കൃത്രിമ മനുഷ്യ ചർമ്മം, ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ സ്കിന്ന് വികസിപ്പിച്ചത് ഓസ്ട്രേലിയയാണ് കേട്ടോ. ഓസ്ട്രേലിയ. ഓക്കെ, അപ്പോൾ കൃത്രിമ മനുഷ്യ ചർമ്മം ലബോറട്ടറിയിൽ വിജയകരമായി വളർത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് റിവൈസ് ചെയ്യാം. രാജ്യത്തെ ആദ്യത്തെ കാർബൺ സന്തുലിത കൃഷി ഫാം എന്ന പദവി ലഭിച്ചത് ആർക്കാണ്? ഒക്കൽ വിത്തുൽപാദന കേന്ദ്രത്തിനാണ്. ഒക്കൽ വിത്തുൽപാദന കേന്ദ്രം. ഇന്ത്യൻ റെയിൽവേ കമ്മീഷൻ ചെയ്യുന്ന ബൈരാബി സൈരംഗ് റെയിൽവേ ലൈൻ പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മിസോറാമിലാണ് കേട്ടോ. മിസോറാം. ലോകത്തെ ആദ്യത്തെ ഏഷ്യൻ ആന അതിജീവന കേന്ദ്രം ഇന്ത്യയിൽ നിലവിൽ വരുന്നത് ഒഡീഷയിലാണ്. ഒഡീഷ. പൂർണ്ണമായും പ്രവർത്തിക്കുന്ന മനുഷ്യ ചർമ്മം ഒരു ലബോറട്ടറിയിൽ വിജയകരമായി വളർത്തിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? അത് ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയ. ഓക്കെ, അടുത്ത സെറ്റ് ചോദ്യം. ബറൗണി മുക്കാമ 6 വരി ഗംഗാ പാലം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബറൗണി മുക്കാമ 6 വരി ഗംഗാ പാലം, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട്, എന്താണെന്നറിയാമോ? ഔണ്ട സിമാരിയ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഔണ്ട സിമാരിയ എന്നും അറിയപ്പെടുന്നത് ഇതേ പാലമാണ്. ബറൗണി മുക്കാമ 6 വരി ഗംഗാ പാലം അറിയപ്പെടുന്നത്
ഔണ്ട സിമാരിയ പാലം എന്നുകൂടിയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ് കേട്ടോ, ബീഹാറിലാണ്. ഔണ്ട സിമാരിയ പാലം ബീഹാർ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് പേരും ഫെമിലിയർ ആക്കി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇത് ഗംഗാ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ളത്, ഈ പേരിൽ നിന്ന് കിട്ടും 6 വരി ഗംഗാ പാലമാണ്. ഗംഗാ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ളൊരു പാലമാണ്. വടക്കൻ ബീഹാറിനെയും തെക്കൻ ബീഹാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണിത്. അതുമാത്രമല്ല പലതരത്തിലുള്ള ഗതാഗതത്തിന് ഇത് വളരെയധികം സഹായിക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ബറൗനി മുക്കാമ 6 വരി ഗംഗാ പാലം സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണെന്ന് ഓർത്തിരിക്കുക. സംസ്ഥാനത്തെ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായിട്ടുള്ള പാലം ഏതാണ്? കുമ്പിച്ചൽ കടവ് പാലം. കുമ്പിച്ചൽ കടവ് പാലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാമോ? ആലപ്പുഴയിലാണ് കേട്ടോ, ആലപ്പുഴയിലാണ്. കുമ്പിച്ചൽ കടവ് പാലം പമ്പാ നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. പമ്പാ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുണ്ട്. എവിടെയാണ്? ആലപ്പുഴയിലാണ്. ഏകദേശം നീളം 1.3 കിലോമീറ്റർ ആണ് കേട്ടോ. 1.3 കിലോമീറ്റർ ആണ് ഈ കുമ്പിച്ചൽ കടവ് പാലത്തിൻ്റെ നീളമായിട്ട് വരുന്നത്. സംസ്ഥാനത്തെ തന്നെ ഒരു നദിക്ക്, ഏത് നദിയാണ്? പമ്പാ നദിക്ക് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ പാലം ഏതാണ്? കുമ്പിച്ചൽ കടവ് പാലം. ആലപ്പുഴ ജില്ലയിലാണ്, പമ്പാ നദിയിലാണ്. നീളം 1.3 കിലോമീറ്ററും ആണ്. ഓക്കെ, അടുത്തത് UGC കരട് പദ്ധതിയെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട്, UGC കരട് പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച സമിതിയുടെ അധ്യക്ഷനാണ് പ്രൊഫസർ പ്രഭാത് പട്നായിക്. പ്രൊഫസർ പ്രഭാത് പട്നായിക്. UGC കരട് പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിയമിച്ച സമിതിയുണ്ട്. അതിൻ്റെ ആ ഒരു സമിതിയുടെ അധ്യക്ഷനാണ് പ്രൊഫസർ പ്രഭാത് പട്നായിക്. ഈ ഒരു സമിതി എന്തിനാണ്? UGCയുടെ കരട് പാഠ്യ പദ്ധതികൾ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സാഹചര്യത്തിന് അനുയോജ്യമാണോ അല്ലയോ എന്ന തരത്തിലുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ വിശകലനങ്ങളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമിതിയായിരുന്നു. ഇതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഇദ്ദേഹം പ്രൊഫസർ പ്രഭാത് പട്നായിക് JNUവിലെ പ്രശസ്തനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനും കൂടിയാണ്. ഓക്കെ, അപ്പോൾ UGC കരട് പാഠ്യപദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ പ്രൊഫസർ പ്രഭാത് പട്നായിക് ആണ്. പ്രൊഫസർ പ്രഭാത് പട്നായിക്. അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ്. രണ്ടാമത്തെ ടൈഗർ റിസർവ് ഏതാണ്? സുന്ദർബൻസ് ആണ്. സുന്ദർബൻസ്. അപ്പോൾ ഒന്നാമത്തേത് ഏതാണ്? ഒന്നാമത്തേത് നാഗാർജുന സാഗർ ശ്രീശൈലമാണ്. നാഗാർജുന സാഗർ കടുവ സംരക്ഷണ കേന്ദ്രമാണ് ഒന്നാമത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രം. നാഗാർജുന സാഗർ ശ്രീശൈലം കടുവ സംരക്ഷണ കേന്ദ്രം. ഓക്കെ, അപ്പോൾ ആന്ധ്രാപ്രദേശ് തെലങ്കാനയിലാണുള്ളത്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ ടൈഗർ റിസർവ്, ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവാണ് സുന്ദർബൻസ്. ഓക്കെ, സുന്ദർബൻസ് എവിടെയാണ്? വെസ്റ്റ് ബംഗാളിലാണ് അല്ലേ. ഓക്കെ, സുന്ദർബൻസ് ടൈഗർ റിസർവ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാംഗ്രൂവ് ഫോറസ്റ്റുമാണ്. കണ്ടൽക്കാടിൻ്റെ വനപ്രദേശവും കൂടിയാണ്. നമുക്കറിയാവുന്ന ഒരു ഫാക്റ്റാണ്. റോയൽ ബംഗാൾ കടുവകൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നതും സുന്ദർബൻസിലാണ്. റോയൽ ബംഗാൾ കടുവകൾ ഏറ്റവും കൂടുതലായി സുന്ദർബൻസിൽ കാണപ്പെടുന്നു. അതുകൂടാതെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. 1984 അറിയാമോ? ഫാക്റ്റ് എന്താണെന്ന് ഓർത്തു വെക്കാൻ ശ്രമിച്ചേ. 1984 പ്രൊജക്റ്റ് ടൈഗർ പദ്ധതിയുടെ ഭാഗമായിട്ട് സുന്ദർബൻസ് പ്രഖ്യാപിക്കപ്പെട്ടത്. ഓക്കെ, 1984 പ്രൊജക്റ്റ് ടൈഗർ പദ്ധതിയുടെ ഭാഗമായിട്ട് സുന്ദർബൻസ് പ്രഖ്യാപിച്ചത്. റോയൽ ബംഗാൾ കടുവകൾ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് സുന്ദർബൻസിലാണ്. ഏറ്റവും വലിയ മാംഗ്രൂവ് ഫോറസ്റ്റ് കാണപ്പെടുന്നതും സുന്ദർബൻസിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ഏതാണ്? സുന്ദർബൻസ് ആണ്. ഒന്നാമത്തേത് ഏതായിരുന്നു? നാഗാർജുന സാഗർ ശ്രീശൈലമാണ്, ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സെറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് റിവൈസ് ചെയ്യാം. ബറൗനി മുക്കാമ 6 വരി ഗംഗാ പാലം ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? ബീഹാറിലാണ്. എവിടെയാണ്? ബീഹാർ. സംസ്ഥാനത്തെ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായ പാലം ഏതാണ്? കുമ്പിച്ചൽ കടവ് പാലം. ആലപ്പുഴ ജില്ലയിലെ കുമ്പിച്ചൽ കടവ് പാലം. UGC കരട് പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? പാഠ്യപദ്ധതിയെക്കുറിച്ച് പഠിക്കുന്ന കമ്മീഷനാണ് കേട്ടോ. അതിൻ്റെ അധ്യക്ഷൻ പ്രൊഫസർ പ്രഭാത് പട്നായിക് ആണ്. പ്രൊഫസർ പ്രഭാത് പട്നായിക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ഏതാണ്? അത് സുന്ദർബൻസ് ആണ്. സുന്ദർബൻസ്. ഓക്കെ, ഇനി അടുത്ത സെറ്റ്.
അടുത്തിടെ വിയറ്റ്നാമിൽ വീശിയ കൊടുങ്കാറ്റ് ഏതാണ്? അടുത്തിടെ വിയറ്റ്നാമിൽ വീശിയ കൊടുങ്കാറ്റാണ് കാജിഗി കൊടുങ്കാറ്റ്. കാജിഗി കൊടുങ്കാറ്റ് വിയറ്റ്നാമാണ്. കാജിഗി വിയറ്റ്നാമിൽ വീശിയ കൊടുങ്കാറ്റാണ്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഓർത്തിരിക്കുക. വിയറ്റ്നാമിൽ വീശിയ കൊടുങ്കാറ്റ് കാജിഗി കൊടുങ്കാറ്റ്. 2025 ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ച IPL നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച കളിക്കാരനാണ് രവിചന്ദ്രൻ അശ്വിൻ. ഓക്കെ, രവിചന്ദ്രൻ അശ്വിൻ 2025 ഇദ്ദേഹം IPL നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2025 ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലുകൾ ഏതൊക്കെയാണ്? INS ഹിമഗിരിയും INS ഉദയഗിരിയുമാണ് കേട്ടോ. INS ഹിമഗിരിയും INS ഉദയഗിരിയുമാണ്. 2025 ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലുകളാണ് INS ഹിമഗിരി, INS ഉദയഗിരി. ഓക്കെ, അടുത്തത് 2025 നടന്ന ഓൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസിൻ്റെ വേദി എവിടെയായിരുന്നു? 2025 നടന്ന ഓൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസിൻ്റെ വേദി ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹി. അപ്പോൾ ഈ സെറ്റ് പെട്ടെന്ന് കഴിഞ്ഞൊന്ന് റിവൈസ് ചെയ്യാം. വിയറ്റ്നാമിൽ വീശിയ കൊടുങ്കാറ്റ് കാജിഗി കൊടുങ്കാറ്റ്. 2025 ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി കളിച്ച് IPL നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച കളിക്കാരനാണ് രവിചന്ദ്രൻ അശ്വിൻ. 2025 ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലുകളാണ് INS ഹിമഗിരി, INS ഉദയഗിരി. 2025 നടന്ന ഓൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസിൻ്റെ വേദി ന്യൂഡൽഹി. ഓക്കെ, 68ാമത് കോമൺവെൽത്ത് പാർലമെൻ്ററി കോൺഫറൻസിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പ്രസീഡിംഗ് ഓഫീസർമാരുടെ സംഘത്തെ നയിക്കുന്നത് ആരാണ്? ഓം ബിർളയാണ് കേട്ടോ. ഓം ബിർള. 68ാമത് കോമൺവെൽത്ത് പാർലമെൻ്ററി കോൺഫറൻസ് ആണ്. അതിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പ്രസീഡിംഗ് ഓഫീസർമാരുടെ സംഘത്തെ നയിക്കുന്നത് ഓം ബിർള. അടുത്ത ചോദ്യം. അടുത്തിടെ സ്കൂൾ ക്ലാസ്സുകളിൽ മൊബൈൽ ഫോണുകളും മറ്റു ഡിജിറ്റൽ ഉപകരണങ്ങളും നിരോധനം ഏർപ്പെടുത്തിയ ഉപകരണങ്ങൾക്കെല്ലാം നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണ് കേട്ടോ. ദക്ഷിണ കൊറിയ ക്ലാസ് സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധ പഠന വിഷയങ്ങളിലേക്ക് വർദ്ധിപ്പിക്കുക എന്നതും അതുപോലെ ഡിജിറ്റൽ വ്യതിചലനങ്ങൾ ഒഴിവാക്കുക എന്നതുമാണ് പ്രധാനമായിട്ടും ഈ ഒരു ആശയത്തിന് കാരണമായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സ്കൂൾ ക്ലാസ്സുകളിൽ മൊബൈൽ ഫോണുകളും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയ. ആഗോള ഭക്ഷ്യദാരിദ്ര്യം നേരിടുന്നതിനായി ഇന്ത്യയുമായി സഹകരിക്കുന്ന സംഘടനയാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം. ഓക്കെ, യുണൈറ്റഡ് നേഷൻസിൻ്റെ കീഴിലാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം പ്രവർത്തിക്കുന്നത്. UN-ൻ്റെ കീഴിലാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം പ്രവർത്തിച്ച് വരുന്നത്. പോഷകാഹാരക്കുറവ് നേരിടുന്നതും അതുപോലെ വിശപ്പും ദാരിദ്ര്യവും ഇല്ലാതെയാക്കുക, ഇതൊക്കെ പ്രധാനമായ ലക്ഷ്യമാക്കി വെച്ചുകൊണ്ടാണ് ഈ വേൾഡ് ഫുഡ് പ്രോഗ്രാം പ്രവർത്തിച്ച് വരുന്നത്. ഓക്കെ, ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസർഷിപ്പ് കരാർ അവസാനിപ്പിച്ചത് ആരാണ്? Dream 11 ആണ് കേട്ടോ. Dream 11 ആണ്. 2023 മുതൽ ഇന്ത്യയുടെ ജേഴ്സി സ്പോൺസറായിട്ട് പ്രവർത്തിച്ച് വരുന്നവരാണ് Dream 11. അവരുടെ കരാറ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസർഷിപ്പ് കരാർ അവസാനിപ്പിച്ചത് Dream 11 ആണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? 68ാമത് കോമൺവെൽത്ത് പാർലമെൻ്ററി കോൺഫറൻസിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള പ്രസീഡിംഗ് ഓഫീസർമാരുടെ സംഘത്തെ നയിക്കുന്നത് ഓം ബിർളയാണ്. അടുത്തിടെ സ്കൂൾ ക്ലാസ്സുകളിൽ മൊബൈൽ ഫോണുകളും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമാണ് ദക്ഷിണ കൊറിയ. ആഗോള ഭക്ഷ്യദാരിദ്ര്യം നേരിടുന്നതിനായിട്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന സംഘടനയാണ് വേൾഡ് ഫുഡ് പ്രോഗ്രാം. UN-ൻ്റെ കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത് വേൾഡ് ഫുഡ് പ്രോഗ്രാം എന്ന പദ്ധതി. ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിൻ്റെ സ്പോൺസർഷിപ്പ് കരാർ അവസാനിപ്പിച്ചത് Dream 11 ആണ്. Dream 11. ഓക്കെ, അടുത്തിടെ ഭാരതീയ അന്തരീക്ഷ നിലയത്തിൻ്റെ മോഡൽ പുറത്തിറക്കിയത് ആരാണ്? ISRO ആണ് കേട്ടോ. ISRO ആണ്. അടുത്തിടെ ഭാരതീയ അന്തരീക്ഷ നിലയം എന്താണത്? ഇന്ത്യൻ സ്പേസ് സ്റ്റേഷനാണ്. ഇന്ത്യൻ സ്പേസ് സ്റ്റേഷൻ്റെ ഒരു മോഡൽ പുറത്തിറക്കി. അപ്പോൾ അത് പുറത്തിറക്കിയത് ISRO ആണ്. 2035 ആകുമ്പോഴേക്കും ഇന്ത്യക്ക് സ്വന്തമായി
അന്തരീക്ഷ നിലയം, അതായത് ഇന്ത്യൻ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാവണം അല്ലെങ്കിൽ ഇന്ത്യൻ സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കണം എന്ന ലക്ഷ്യത്തിലാണ് ഈ ഒരു മോഡൽ പുറത്തിറക്കിയിട്ടുള്ളത്. ഓക്കെ, 2035 ആകുമ്പോഴത്തേക്കും ആ ഒരു അച്ചീവ്മെൻറ്റ് നമ്മൾ നേടുമെന്നാണ് പറയുന്നത്. ഓക്കെ, ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ സ്പിന്നർ ആരാണ്? അനിമേഷ് കുജൂർ ആണ്. അനിമേഷ് കുജൂർ ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിൻ്ററാണ് അനിമേഷ് കുജൂർ. ഇദ്ദേഹം 400 മീറ്റർ സ്പ്രിൻറ്റിലാണ് കേട്ടോ യോഗ്യത നേടിയിട്ടുള്ളത്. ഓക്കെ, അനിമേഷ് കുജൂർ. 2025 ഓഗസ്റ്റിൽ കാനഡയിലേക്കുള്ള അടുത്ത ഹൈ കമ്മീഷണറായി നിയമിക്കപ്പെട്ടത് അല്ലെങ്കിൽ നിയമിച്ചത് ആരാണ്? ദിനേശ് കെ പട്നായിക് ആണ്. ദിനേശ് കെ പട്നായിക്, ഇദ്ദേഹം ഒരു മുതിർന്ന IFS ഉദ്യോഗസ്ഥനാണ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം കാനഡയിലേക്കുള്ള അടുത്ത ഹൈ കമ്മീഷണറായിട്ട് ഈ അടുത്തിടെയാണ് നിയമിതനായത്, ദിനേശ് കെ പട്നായിക്. അപ്പോൾ എന്താണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ എന്ന് പറയുന്നത്? നമ്മുടെ സംസ്ഥാനത്തിലെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു കമ്മീഷനാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ. വയോജനങ്ങളുടെ അവകാശ സംരക്ഷണം, ക്ഷേമ പദ്ധതികളുടെ കാര്യക്ഷമമായ നടപ്പിലാക്കൽ, ഇതൊക്കെയാണ് ഈ കമ്മീഷൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഡോക്ടർ കെ സോമപ്രസാദ് ആണ്. ഡോക്ടർ കെ സോമപ്രസാദ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷനാണ് അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്. അപ്പോൾ എന്തൊക്കെ പഠിച്ചു ഈ ഒരു സെറ്റിൽ? അടുത്തിടെ ഭാരതീയ അന്തരീക്ഷ നിലയത്തിൻ്റെ മോഡൽ പുറത്തിറക്കിയത് ആരാണ്? ISRO ആണ്. ISRO. ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ പുരുഷ സ്പ്രിൻ്റർ ആരാണ്? അനിമേഷ് കുജൂർ ആണ്. 2025 ഓഗസ്റ്റിൽ കാനഡയിലേക്കുള്ള അടുത്ത ഹൈ കമ്മീഷണറായി നിയമിതനായത് അല്ലെങ്കിൽ നിയമിച്ചത് ദിനേശ് കെ പട്നായിക് ആണ്. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ സോമനാഥ് ആണ്. അടുത്തത് 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൽ അധ്യക്ഷത വഹിക്കുന്നത് പി ബലറാം ആണ്. പി ബലറാം. റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ സതീഷ് കുമാർ ആണ്. സതീഷ് കുമാർ. 2025 സൂറിച്ച് ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ജാവലിൻ ത്രോയിൽ കിരീടം നേടിയത് ജൂലിയൻ വെബർ ആണ്. 2025 സൂറിച്ച് ഡയമണ്ട് ലീഗ് ഈ ലോകത്തിലെ തന്നെ അത്ലറ്റിക്സിൽ പ്രധാനപ്പെട്ട അത്ലറ്റിക്സ് മത്സരങ്ങളിൽ ഒന്നാണ് ഈ സൂറിച്ച് ഡയമണ്ട് ലീഗ് എന്ന് പറയുന്നത്. ഇതിൽ 2025 ജാവലിൻ ത്രോയിൽ കിരീടം നേടിയത് ജൂലിയൻ വെബർ ആണ്. അപ്പോൾ അടുത്ത ചോദ്യം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. 2025 സൂറിച്ച് ഡയമണ്ട് ലീഗ് പോൾ വാൾട്ടിൽ കിരീടം നേടിയത് അർമാൻഡ് ഡ്യൂപ്ലാൻറ്റിസ് ആണ്. എന്നൂടെ പറയാം. 2025 സൂറിച്ച് ഡയമണ്ട് ലീഗിൽ ജാലിയൻ ത്രോയിൽ കിരീടം നേടുന്നത് ജൂലിയൻ വെബർ ആണ്. ഇദ്ദേഹം ജർമ്മനിയിൽ നിന്നുള്ള താരമാണ്. അതുപോലെ തന്നെ പോൾ വാൾട്ടിൽ 2025 സൂറിച്ച് ഡയമണ്ട് ലീഗിൽ പോൾ വാൾട്ടിൽ കിരീടം നേടുന്നത് അർമാൻഡ് ഡ്യൂപ്ലാൻറ്റിസ് ആണ്. ഇദ്ദേഹം സ്വീഡനിൽ നിന്നുള്ള താരമാണ്. ഓക്കെ, അപ്പോൾ അത് എവിടെ നിന്നാന്നുള്ളതും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് എവിടെ നിന്നാണ് ചോദ്യം വരുന്നതെന്ന് അറിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ ജൂലിയൻ വെബർ ജർമ്മനിയിൽ നിന്നുള്ള താരമാണ്. അതേപോലെ അർമാൻഡ് ഡ്യൂപ്ലാൻറ്റിസ് സ്വീഡനിൽ നിന്നുള്ള താരവും ആണ്. ഓക്കെ, അടുത്തിടെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളായ പിക്സൽ സ്പേസ്, ധ്രുവ സ്പേസ് എന്നിവയുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച റോക്കറ്റിൻ്റെ പേരാണ് ഫാൽക്കൺ 9 എന്നത്. ഫാൽക്കൺ 9. ഈ അടുത്തിടെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളായിട്ടുള്ള പിക്സൽ സ്പേസ്, ധ്രുവ സ്പേസ് എന്നിവ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു. അവർ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് ഫാൽക്കൺ 9 എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് റിവൈസ് ചെയ്യുകയാണെങ്കിൽ 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിൽ അധ്യക്ഷത വഹിക്കുന്നത് പി ബലറാം ആണ്. റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ സതീഷ് കുമാർ. 2025 സൂറിച്ച് ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ ജാവലിൻ ത്രോയിൽ കിരീടം നേടിയത് ജൂലിയൻ വെബർ. 2025 സൂറിച്ച് ഡയമണ്ട് ലീഗ് പോൾ വാൾട്ടിൽ കിരീടം നേടിയത് അർമാൻഡ് ഡ്യൂപ്ലാൻറ്റിസ്.
അടുത്തിടെ ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ ആയിട്ടുള്ള പിക്സൽ സ്പേസ്, ധ്രുവ സ്പേസ് എന്നിവയുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച റോക്കറ്റ് ഫാൽക്കൺ 9. ഓക്കെ, അടുത്ത ചോദ്യം. 2025 ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് CCI ഹെൽത്ത് കെയർ ഉച്ചകോടി 2025 ഹെൽത്ത് കെയർ ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ശ്രീ പ്രതാപ് റാവു ജാദവ് ആണ് കേട്ടോ. ശ്രീ പ്രതാപ് റാവു ജാദവ്. കേന്ദ്ര ആയുഷ് സഹമന്ത്രി ശ്രീ പ്രതാപ് റാവു ജാദവ് ആണ് ഈ ഒരു ഹെൽത്ത് കെയർ ഉച്ചകോടിയുടെ അധ്യക്ഷത വഹിച്ചത്. ആരോഗ്യരംഗത്തെ അന്തർദേശീയ സഹകരണം, അതിൻ്റെ ഗവേഷണം, നവീകരണം, പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രോത്സാഹനം, ഇതൊക്കെയായിരുന്നു ഈ ഒരു ഹെൽത്ത് കെയർ ഉച്ചകോടിയുടെ പ്രധാന ചർച്ചാ വിഷയം. അതൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഉച്ചകോടിയായിരുന്നു 2025 ഓഗസ്റ്റിൽ ന്യൂഡൽഹിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഈ ഒരു ഹെൽത്ത് കെയർ ഉച്ചകോടി. ഓക്കെ, അടുത്തത് 2025 ഓഗസ്റ്റിൽ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? മഹേന്ദ്ര മോഹൻ ഗുപ്തയാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ PTIയുടെ ചെയർമാനായിട്ട് 2025 തിരഞ്ഞെടുക്കപ്പെട്ടത് മഹേന്ദ്ര മോഹൻ ഗുപ്തയാണ്. മഹേന്ദ്ര മോഹൻ ഗുപ്ത. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു വാർത്താ ഏജൻസിയാണ് PTI എന്ന് പറയുന്നത്, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ചെയർമാനായിട്ട് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് മഹേന്ദ്ര മോഹൻ ഗുപ്ത. 2025 ഓഗസ്റ്റിൽ IMFന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ഉർജിത് പട്ടേലാണ്. ഉർജിത് പട്ടേൽ. 2025 പുറത്തിറക്കിയ ഏറ്റവും പുതിയ വാർഷിക വ്യവസായ സർവേയിൽ വ്യവസായ തൊഴിൽ വളർച്ചയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ഈ ഒരു ഡാറ്റ പുറത്തുവിടുന്നത് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയമാണ് കേട്ടോ. 2025 കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തിറക്കിയ ഏറ്റവും പുതിയ വാർഷിക വ്യവസായ സർവേയിൽ വ്യവസായ തൊഴിൽ വളർച്ചയിൽ 1ാം സ്ഥാനത്തുള്ളത് തമിഴ്നാട്. 2025 ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് CCI ഹെൽത്ത് കെയർ ഉച്ചകോടി 2025 ഹെൽത്ത് കെയർ ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിച്ചത് ശ്രീ പ്രതാപ് റാവു ജാദവ് ആണ്. ശ്രീ പ്രതാപ് റാവു ജാദവ്. കേന്ദ്ര ആയുഷ് സഹമന്ത്രിയായ ശ്രീ പ്രതാപ് റാവു ജാദവ് ആണ് ഈ ഒരു ഉച്ചകോടിയുടെ അധ്യക്ഷൻ. 2025 ഓഗസ്റ്റിൽ PTIയുടെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹേന്ദ്ര മോഹൻ ഗുപ്തയാണ്. മഹേന്ദ്ര മോഹൻ ഗുപ്ത. 2025 ഓഗസ്റ്റിൽ IMFന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ഉർജിത് പട്ടേലാണ്. ഉർജിത് പട്ടേൽ. 2025 പുറത്തിറക്കിയ ഏറ്റവും പുതിയ വാർഷിക വ്യവസായ സർവേയിൽ വ്യവസായ തൊഴിൽ വളർച്ചയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം തമിഴ്നാട്. അടുത്തത് പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ പാറ്റയുടെ 2025 സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഗോൾഡ് അവാർഡ് ലഭിച്ചത് കേരള ടൂറിസത്തിനാണ്. പാറ്റയുടെ 2025 സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഗോൾഡ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് കേരള ടൂറിസത്തിനാണ്. കേരള ടൂറിസം. പ്രസാർ ഭാരതി അവതരിപ്പിച്ച പുതിയ OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര് എന്താണ്? വേവ്സ് എന്നാണ് കേട്ടോ. വേവ്സ്. പ്രസാർ ഭാരതി അവതരിപ്പിച്ച പുതിയ OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര് വേവ്സ് എന്നാണ്. വേവ്സ്. മൈക്രോസോഫ്റ്റ് 2025 അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന മോഡലിൻ്റെ പേരാണ് അറോറ. മൈക്രോസോഫ്റ്റ് 2025 അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന മോഡലിൻ്റെ പേര് അറോറ എന്നാണ്. അറോറ. ISROയുമായി സഹകരിച്ച് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാനൊരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ISROയുമായി സഹകരിച്ചുകൊണ്ട് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സംസ്ഥാനമാണ് അസം. ഓക്കെ, എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ പാറ്റയുടെ 2025 സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ ഗോൾഡ് അവാർഡ് ലഭിച്ചത് കേരള ടൂറിസത്തിനാണ്. കേരള ടൂറിസം. പ്രസാർ ഭാരതി അവതരിപ്പിച്ച പുതിയ OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര് വേവ്സ് എന്നാണ്. വേവ്സ്. മൈക്രോസോഫ്റ്റ് 2025 അവതരിപ്പിച്ച കാലാവസ്ഥാ പ്രവചന മോഡലിൻ്റെ പേര് അറോറ എന്നാണ്. അറോറ. മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയതാണ് അറോറ. ഓക്കെ. ISROയുമായി ചേർന്ന് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം അസമാണ്.
അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു സെഷനുമായിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.